ഇന്ന് വളരെ രസകരവും വിശ്വാസികളായിട്ടുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരുപാടേറെ ചിന്തിക്കാനുള്ള വിഷയവുമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാം ഉപേക്ഷിച്ചാൽ എന്ത് സംഭവിക്കും എന്നത് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളെയും രക്ഷിതാക്കളെയും ഒക്കെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഇസ്ലാം ആർക്കെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം കുത്തഴിഞ്ഞു പോകും. ഇതാണ് അവർ പറയുക, കുത്തഴിഞ്ഞ ജീവിതം. അങ്ങനെ കുത്തഴിഞ്ഞ ജീവിതം ആയിപ്പോകും, അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കരുത്, നിങ്ങൾ കുട്ടികൾ ഇസ്ലാം എന്ന് പോയാൽ കുത്തഴിഞ്ഞു. ഇതാണ് ഇവരുടെ ഒരു ഭീതി. ഇങ്ങനെയാണ് ഇവർ ഭീതി പടർത്താറുള്ളത്. എന്നാൽ ഇത് വാസ്തവമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണോ? ഇസ്ലാമിൽ നിന്നാൽ ഇവർ ഭയപ്പെടുന്നത് പോലെയുള്ള കുത്തഴിയൽ സംഭവിക്കാറുണ്ടോ? സംഭവിക്കാതിരിക്കുമോ? ഇവർ ധാർമ്മികമായ മൂല്യച്യുതി ഉണ്ടാകും എന്ന് ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ധാർമ്മികത വിശ്വാസിയായിരിക്കുന്ന ആളുകൾക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരാൾ വിശ്വാസിയായതുകൊണ്ടും മാത്രം എന്തെങ്കിലും പ്രത്യേക ധാർമ്മികത ഇവരിലൊക്കെ ഉണ്ടാവുന്നുണ്ടോ, നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ധാർമ്മികത എന്ന് പറഞ്ഞാൽ ആകെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അടുത്ത അധ്യയന വർഷത്തിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന അധ്യയന വർഷത്തിൽ കോളേജുകളിലേക്ക് പോകാൻ പോകുമ്പോൾ അവിടെ പതിയിരിക്കുന്ന യുക്തിചിന്ത പ്രചാരകർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ മറികടന്നു പോകാനുള്ള തന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വഴിയിൽ കെണിയൊരുക്കി കാത്തിരിക്കുകയാണ് അത്ര യുക്തിവാദികൾ. എന്തിനാണ് നിങ്ങൾ ഇസ്ലാമിൽ നിൽക്കുന്നത്? എന്തിനാണ് നിങ്ങൾ പർദ്ദ ധരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ പഴഞ്ചൻ മതത്തിൽ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ഈ ബേജാറിൻ്റെ ഇടയിൽ ഇദ്ദേഹം പറയുന്ന ചില തമാശകൾ എന്ന് പറയല്ല, ഒരു മതത്തെ നിലനിർത്താൻ അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിൽ ജനിച്ച് ജീവിച്ച കുട്ടികളെ, ആ കുട്ടികൾ മുതിർന്നു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് സാമാന്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള പ്രായമായി വരുന്ന സമയത്ത് വകതിരിവിലേക്ക് പോകുമ്പോൾ, വിദ്യാഭ്യാസം നേടുമ്പോൾ അവർ ഇസ്ലാം ഉപേക്ഷിച്ച് പോകുമെന്ന ഒരു ഭയമാണ് ഈ മത നേതൃത്വത്തെ ഗ്രസിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവരെ ഈ മതത്തിൽ തന്നെ നിലനിർത്താൻ തെറ്റായ കളവായ കാരണങ്ങളും ഭീതിയും പറഞ്ഞു പഠിപ്പിക്കുകയാണ്. പറയുന്ന ഉസ്താദിന് വ്യക്തമായും സ്പഷ്ടമായും അറിയാവുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഇസ്ലാമിൻ്റേത് എന്ന പേരിൽ പറയുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിന് പുറത്തുള്ളത് എന്ന പേരിൽ കളവ് പറയുന്നു. ഇതാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പറയുന്ന ഒരു ഭീതി പരത്തുന്നതാണ് എന്താണ്? ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇസ്ലാമിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, കുട്ടികളുടെയും മുതിർന്നവരുടെയും കാര്യം വരുമ്പോൾ അവിടെ കുട്ടികളുടെ കാര്യത്തിന് പ്രത്യേകമായ പരിഗണന ഇസ്ലാം നൽകുന്നുണ്ട്. ഇത് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത ഉദാഹരണം, അദ്ദേഹത്തിന് കഷ്ടകാലം എന്താണ് ഈ ശനി ദശ എന്നൊക്കെ ജ്യോത്സ്യന്മാർ പറയുന്ന അവസ്ഥയിൽ ഉച്ചിയിൽ നിൽക്കുകയാണ് ശനി. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഉദാഹരണം ശിശു സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ബാലാവകാശവുമായി ബന്ധപ്പെട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം താരതമ്യം ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. നിക്കാഹും ലിവിങ് ടുഗദറും. ഇതാണ് അദ്ദേഹം താരതമ്യം ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. എന്തുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു? 5ാമത്തെ പോയിന്റ്, കുട്ടികളുടെയും മുതിർന്നവരുടെയും വിഷയം ഒന്നിച്ചു വന്നാൽ ഇസ്ലാമിക ശരീഅത്ത് ഏതിനാണ് പ്രാധാന്യം കൊടുത്തത്? കുട്ടികളുടെ താല്പര്യത്തിനാണ്, കുട്ടികളുടെ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഉദാഹരണം, അപ്പൊ കുട്ടികളുടെയും മുതിർന്നവരുടെയും കാര്യത്തിൽ ഒരുമിച്ച് വന്നാൽ ഏതിനാണ് മുൻഗണന, ഏതിനാണ് പ്രാധാന്യം? അത് കുട്ടികളുടെ കാര്യത്തിനാണ്, മുതിർന്നവരുടെ കാര്യത്തിനല്ല. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. ശരി, അപ്പൊ നമുക്ക് അത് പരിശോധിക്കണം. ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് പിന്നെ ഒന്ന് പറഞ്ഞ് 2ാമത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഇദ്ദേഹം അതിനുവേണ്ടി എടുക്കുന്ന ഉദാഹരണങ്ങളൊന്ന് കേട്ടോ. അവിടെ നമുക്ക് ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന നിക്കാഹും ഇസ്ലാം അനുവദിക്കാത്ത ലിവിങ് ടുഗദറും ചർച്ച ചെയ്യാം. ലിവിങ് ടുഗദർ ഒരു വലിയ സംസ്കാരമായി നമ്മുടെ നാട്ടിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിക്കാഹും ലിവിങ് ടുഗദറും ഇത് തമ്മിലുള്ള ഒരു താരതമ്യമാണ് അദ്ദേഹം എടുക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറയുന്നത് ഇസ്ലാമിക കുടുംബങ്ങളിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് സമ്പൂർണ്ണമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ളതാണ് നിക്കാഹ് എന്നും, എന്നാൽ ലിവിങ് ടുഗദർ കുട്ടികളുടെയും മുതിർന്നവരുടെയും കാര്യം വരുമ്പോൾ മുതിർന്നവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നതിനിടയിൽ തുടക്കത്തിൽ പറയുന്നത്, നമ്മളിവിടെ ഏതെങ്കിലും തരത്തിൽ ലിവിങ് ടുഗദർ പ്രൊമോട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ലിവിങ് ടുഗദറാണ് ഏറ്റവും മികച്ച ഒരു കുടുംബ മാതൃക എന്ന് പറയാനോ അല്ല. അതെൻ്റെ അഭിപ്രായവുമല്ല. എനിക്ക് സാമൂഹ്യ വിഷയങ്ങളിൽ, കുടുംബപരമായ കാര്യങ്ങളിലൊക്കെ, കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, നിലപാടുകളുണ്ട്. ഇവിടെ പക്ഷെ നമ്മൾ ചെയ്യുന്നത്, ഇനി ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോൾ
ലിവിങ് ടുഗദറിൻ്റെ സാധ്യതകൾ എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ നല്ല വശങ്ങൾക്കപ്പുറത്തേക്ക് സ്ത്രീവിരുദ്ധമായ സമൂഹങ്ങളിൽ, സ്ത്രീവിരുദ്ധത ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടമായി നിൽക്കുന്ന സമൂഹങ്ങളിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുകയും സ്ത്രീകളെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യാനുള്ള ലൈംഗിക ചൂഷണമൊക്കെ എല്ലായിടത്തും നടക്കുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിൽ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും ചതിക്കുഴികളായി മാറാനുള്ള സാധ്യതയും ഉണ്ട്, വിവാഹം പോലെ തന്നെ. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏതെങ്കിലും ഇതിലൊന്ന് മോശം ഒന്ന് മികച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഇദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ലിവിങ് ടുഗദറിനേക്കാളും എന്തോ ആണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഇതിൽ ലിവിങ് ടുഗദർ ആണ് ഏറ്റവും ബെറ്റർ എന്നുള്ള അവകാശം എനിക്കുണ്ടായിട്ടല്ല, അതിനേക്കാളും മോശമാണ് ഇസ്ലാമിലെ നിക്കാഹ് എന്ന് സ്ഥാപിക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. അദ്ദേഹം ശ്രമിച്ചത് ഇസ്ലാമിക നിക്കാഹ് ആണ് ഏറ്റവും മികച്ചത്, ലിവിങ് ടുഗദറും മറ്റു വിവാഹങ്ങളൊക്കെ വളരെ മോശവും എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. അദ്ദേഹം പറഞ്ഞു തുടങ്ങട്ടെ. എന്താണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ? നിക്കാഹ് എന്ന് പറഞ്ഞാൽ പരസ്പരം കുടുംബങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് പരസ്പര സമ്മതത്തോടുകൂടെ എല്ലാവരുടെയും അറിവോടുകൂടെ നടത്തി കൊടുക്കുന്നതാണ് നിക്കാഹ്. പൂർണ്ണമായും കളവാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നാട്ടുനടപ്പുള്ള മുസ്ലിം കുടുംബങ്ങളിൽ നടക്കുന്ന മുസ്ലിം കല്യാണങ്ങളെക്കുറിച്ചാണ്. എന്നാൽ അതല്ല നിക്കാഹ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞ്, കുടുംബങ്ങൾ അറിഞ്ഞ്, പരസ്പരം ഇഷ്ടത്തോടെ സമ്മതത്തോടെ നടക്കുന്ന ഒരു ഏർപ്പാടല്ല. ഒരു ഉദാഹരണം, മുഹമ്മദ് നബിയുടെ കാലത്ത് മുഹമ്മദ് നബിയും അനുചരന്മാരും, മുഹമ്മദ് നബി ഒരു രാത്രി അനുചരന്മാരെയും കൂട്ടി ഒരു തോട്ടത്തിലേക്ക് പോയി. അപ്പോൾ തോട്ടത്തിൻ്റെ അടുത്തെത്തിയപ്പം അനുചരന്മാരെയൊക്കെ പുറത്തിരുത്തിയിട്ട് മുഹമ്മദ് നബി തോട്ടത്തിനകത്തോട്ട് കയറിപ്പോയി. അപ്പോൾ അവിടെ ഒരു കൂടാരത്തിനകത്ത് ഒരുക്കി നിർത്തിയിട്ടുള്ള ഒരു പെൺകുട്ടിയെ അവിടെ കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് മുഹമ്മദ് നബി ആ പെൺകുട്ടിയോട് നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യുക അല്ലെങ്കിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി ചോദിച്ചു, അങ്ങാടിയിൽ നടക്കുന്ന ഒരാൾക്ക്, ഒരു അങ്ങാടി പയ്യന് ഒരു രാജകുമാരിയെ ശരീരദാനം ചെയ്യുകയോ എന്ന് ചോദിച്ചു. അപ്പോൾ മുഹമ്മദ് നബി ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ തോളിലേക്ക് തൊടാൻ വേണ്ടി കൈയെടുത്ത് വെക്കാൻ വേണ്ടി ഒരുങ്ങി. ഞാൻ ഉള്ളതുപോലെ പറയാണ്, ഇതൊക്കെ നമുക്ക് എക്സാഗ്രേറ്റ് ചെയ്ത് പറയാം. ഈ സന്ദർഭവും സാഹചര്യവും നിങ്ങൾക്ക് ഭാവനയിൽ കാണാം. ആലോചിക്കാം, 6-ാം നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ വർഷങ്ങളിൽ മദീന പോലെയുള്ള ഒരു മരുഭൂമിയുടെ കറണ്ടും വെളിച്ചവും ഇല്ല, വണ്ടിയില്ല, റോഡ് സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പാതിര നേരത്ത് അവിടുത്തെ ഒരു നാട്ടുപ്രമാണി തൻ്റെ അനുചര വൃന്ദത്തെയും കൂട്ടി ഒരു തോട്ടത്തിലേക്ക് പോവുകയും അനുചരന്മാർ തോട്ടത്തിന് പുറത്ത് കാവൽ നിൽക്കാൻ പറഞ്ഞിട്ട് ഇദ്ദേഹം അകത്തോട്ട് കയറിപ്പോവുകയും അകത്ത് മറ്റു ചില സ്ത്രീകൾ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി മുഹമ്മദിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും അത് കഴിഞ്ഞിട്ട് ഈ തരത്തിലുള്ള സംഭാഷണങ്ങൾ നടക്കുകയും അവസാനം നിന്നിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു എന്ന അവസ്ഥയിൽ ആ കുട്ടി രക്ഷപ്പെട്ടു ഓടാനുള്ള ദൈവത്തിൽ അഭയം പ്രാപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ മുഹമ്മദ് നബി അഭയം ചോദിക്കേണ്ടവിടെ തന്നെയാണ് ഇത് ചോദിച്ചിരുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് അനുചരന്മാരോട് ഇവർക്ക് കുറച്ച് വസ്ത്രങ്ങളൊക്കെ തയ്യാറാക്കി കൊടുത്തിട്ട് അവരെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു എന്ന ഒരു ഹദീസുണ്ട്. ഹദീസ് സഹിഹാണ്, വിശ്വാസികൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല. ഇവിടെ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഇദ്ദേഹം പറഞ്ഞ നിക്കാഹ് ഈ മട്ടത്തിൽ നടക്കുന്നതല്ല എന്നാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ മുഹമ്മദ് നബി ഈ ഹദീസ് നമ്മൾ വിമർശിക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവരുന്ന വലിയൊരു വാദം എന്ന് പറയുന്നത്, ഇത് നിക്കാഹ് കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബീൻ്റെ അടുത്തേക്ക് ആ പെൺകുട്ടീനെ കൊണ്ടുവന്നത് എന്നാണ്. അനുചരന്മാർ അറിഞ്ഞിട്ടില്ല, ആ പെൺകുട്ടി പോലും തൻ്റെ നിക്കാഹ് കഴിഞ്ഞതായിട്ട് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇത് തൊലാഖ്, കിതാബ് തൊലാഖിലാണ് ഈ ഭാഗം ഉള്ളത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നബി ഈ സ്ത്രീയെ വിവാഹമോചനം ചെയ്തു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ എല്ലാവരും അറിഞ്ഞ്, നാടും നാട്ടുകാരും അറിഞ്ഞ് അങ്ങനെ നടക്കുന്ന ഒരു ഏർപ്പാടേ അല്ല ഇസ്ലാമിലെ നിക്കാഹ്. ഇസ്ലാമിലെ നിക്കാഹ് എന്താണെന്ന് പോകെ പോകെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് പറയാം. നിക്കാഹിൽ എന്തുണ്ടെന്നറിയോ? നിക്കാഹിൽ ഒരു കരാറുണ്ട്. രണ്ടാമത്തെ ആ കരാർ പ്രഖ്യാപിക്കുന്നുണ്ട്. മൂന്നാമത്തത് ആ കരാർ മറ്റൊരാൾ ഏറ്റെടുക്കുന്നുണ്ട്. നാലാമത്തത് ആ കരാറിന് ഒരു വലിയ സംഘം ആളുകൾ സാക്ഷിയാകുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷേ ഈ കരാറിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ട ആളുകളെല്ലാം, ഈ കാറ്റഗറി പറഞ്ഞല്ലോ അദ്ദേഹം, കരാറിൽ ആളുകൾ പങ്കെടുക്കുന്നത്, ഒരാൾ കരാർ കൊടുക്കുന്നു, മറ്റൊരാൾ കരാർ വാങ്ങുന്നു, സാക്ഷികൾ എന്നിത്യാദി സകല മനുഷ്യരും പുരുഷന്മാരായിരിക്കും. ഇനി ഈ സാക്ഷികൾ, രണ്ട് സാക്ഷികൾ, ഒന്ന് പുയ്യാപ്പളുടെ തുണക്കാരനും കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ വാപ്പാൻ്റെ ഒരു ചങ്ങായും പള്ളിക്കത്തെ ഒരു മൊയ്ലിയാരും ഉണ്ടെങ്കിൽ പെൺകുട്ടി അറിയാതെയും നടക്കുന്ന ഒരു ഏർപ്പാടാണ് നിക്കാഹ്. അത് ഉസ്താദിന് അറിയാത്തതുകൊണ്ടൊന്നല്ല, ഉസ്താദ് ശുദ്ധമായി കളവ് പറയാം. ഇനി ഇങ്ങനെ ഒരു കരാറുണ്ട്, ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏർപ്പാടാണ് എന്ന് ആ രീതിയിൽ നമ്മൾ അതിനെ പരിഗണിച്ചാൽ പോലും
ഇതൊക്കെ ചെയ്യേണ്ടത് ആണുങ്ങളാണ്. കരാർ കൊടുക്കുന്നത് ആണാണ്, കരാർ വാങ്ങുന്നത് ആരാണ്, സാക്ഷി നിൽക്കേണ്ടത് ആണുങ്ങളാണ്. ഇസ്ലാമിക വിവാഹം അല്ലെങ്കിൽ നിക്കാഹ് എന്ന് പറയുന്നിടത്ത് സ്ത്രീകളുടെ പ്രസൻസ് തന്നെ ആവശ്യമില്ല എന്ന് മാത്രമല്ല, പലയിടത്തും സ്ത്രീകളുടെ പ്രസൻസ് പല മൗര്യന്മാർക്കും അരോചകമായി തോന്നുന്നതും, ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന നിക്കാഹിൽ പോലും ആ നിക്കാഹ് നടക്കുന്ന വേദിയിൽ നിന്ന് സ്ത്രീകളൊന്ന് ഒഴിഞ്ഞു പോകണം, ഇത് ഇസ്ലാമികമായിട്ടുള്ള ഒരു ചടങ്ങാണ്, അതുകൊണ്ട് മതപരമായിട്ടുള്ള നിയമങ്ങൾ നിങ്ങളെല്ലാവരും പാലിക്കാൻ തയ്യാറാവണം എന്ന് പറഞ്ഞിട്ട് ഉസ്താദും മതനിയമം പറയുന്നതും തലക്കകത്ത് ആൾതാമസമുള്ള പള്ളി കമ്മിറ്റിക്കാരൻ ഉസ്താദിനെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തുന്നതും ഈ അടുത്ത കാലത്ത് വൈറലായ ഒരു വീഡിയോ ആണ്. നിങ്ങളിൽ എത്ര പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉസ്താദ് പറയുന്ന ഈ സാധനമൊന്നുമല്ല ഇസ്ലാമിലെ നിക്കാഹ്. ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഗതിയാണ്, അത് പറയാം. എന്താണ് നിക്കാഹിലെ കരാർ? എൻ്റെ മകളെ ഇന്ന മഹർ നിശ്ചയിച്ച് ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു വന്നു എന്ന് പറയുമ്പോൾ, രക്ഷിതാവ് പറയുമ്പോൾ വരൻ അത് ഞാൻ ഏറ്റെടുത്തു എന്ന് പ്രഖ്യാപിക്കുന്നു. അതാണ് ഇസ്ലാമിലെ കരാർ കേട്ടോ. നേരത്തെ പറഞ്ഞ കരാർ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു, മൂല്യമുള്ള ഒരു വസ്തു പിതാവിന് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ മകൾക്ക് നിശ്ചയിച്ചുകൊണ്ട് പിതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെ അധീനതയിലുള്ള ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഒരു പ്രത്യേക ആവശ്യത്തിന് പുരുഷന് കൈമാറുന്ന കച്ചവട കരാറാണ് ഇസ്ലാമിലെ നിക്കാഹ്. പിതാവിൻ്റെ അധീനതയിലുള്ള, പിതാവിൻ്റെ അധികാരത്തിന് കീഴിലുള്ള, പിതാവിന് പെൺകുട്ടിയുടെ സമ്മതമേതും ആരായാതെ കൈമാറ്റം ചെയ്യാവുന്ന തരത്തിലുള്ള സ്വന്തം മകളെ ഈ പെൺകുട്ടിക്ക് ഉതകുന്നത് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ആവശ്യമായത് എന്ന് തോന്നുന്ന ഒരു തുക അല്ലെങ്കിൽ ഒരു മൂല്യമുള്ള ഒരു വസ്തു നിശ്ചയിച്ച് അത് വാങ്ങിയിട്ട്, അത് വരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അതിന് പകരം തൻ്റെ പെൺകുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കച്ചവട കരാറാണ് ഇസ്ലാമിലെ നിക്കാഹ്. ഇനി ആ കരാർ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പ്രഖ്യാപനത്തിലൂടെ ആ വരൻ ഒരു വലിയ കരാറിൽ ഒപ്പിടുകയാണ് ചെയ്യുന്നത്. എന്താ കരാർ അറിയോ? നിങ്ങളുടെ ഈ മകൾ എൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ, എൻ്റെ വധുവായി വരുമ്പോൾ അവൾ എൻ്റെ സംരക്ഷണത്തിന് കീഴിൽ എല്ലാ സന്ദർഭത്തിലും, ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും ഐശ്വര്യത്തിലും രോഗത്തിലും ഏത് സന്ദർഭത്തിലും അവൾ സുരക്ഷിതയായിരിക്കും. ഇതും തെറ്റാണ്. ഈ കരാറിൽ സ്ത്രീയെ പൂർണ്ണമായിട്ട് പുരുഷൻ സംരക്ഷണം ഏറ്റെടുക്കുകയല്ല ചെയ്യുന്നത്. ഇത് കടത്തി പറയുന്ന ആൾക്കാരുണ്ട്. ആ ശൈലിയിലേക്ക് ഞാൻ പോകുന്നില്ല എന്നുള്ളൂ, കാര്യങ്ങൾ മനസ്സിലായാൽ മതി. ഇങ്ങനെ ഒരു വിവാഹത്തിലൂടെ ആ സ്ത്രീയുടെ ആജീവനാന്തമുള്ള പൂർണ്ണമായ സംരക്ഷണം ഈ പുരുഷൻ ഏറ്റെടുക്കുന്നു എന്ന ഒരർത്ഥം ഇസ്ലാമിലെ നിക്കാഹുമായി ബന്ധപ്പെട്ടില്ല. ഈ സ്വർണ്ണാഭരണം അല്ലെങ്കിൽ ഈ വെള്ളി അല്ലെങ്കിൽ ഈ ഒരു മൂല്യം മഹറിനു പകരമായി നിങ്ങളുടെ മകൾ ഇന്നാലിനവളെ നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്ത് തന്നതിനെ, ഇണയാക്കി തന്നതിനെ, ഭാര്യയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. ഇതിലെവിടെയാണ് പൊന്നാര ഉസ്താദെ എൻ്റെ കൂടെ ജീവിക്കുന്ന കാലത്തോളം ഇവളുടെ കാര്യം മൊത്തം ഞാൻ നോക്കിക്കോളാം എന്നൊരു കരാറ്? അങ്ങനെ ഒരു കരാറില്ല. എന്ന് മാത്രമല്ല, ഈ സ്ത്രീയുടെ ചെലവ്, ഈ സ്ത്രീക്ക് പുരുഷൻ സംരക്ഷണം ഒരുക്കും എന്നാണല്ലോ വാദം. ഇസ്ലാമിക നിയമം അനുസരിച്ച്, ഞാൻ പറയുന്നത് മുസ്ലിം വീടുകളിൽ എന്ത് നടക്കുന്നു എന്നല്ല കേട്ടോ, കാരണം മുസ്ലിങ്ങളൊക്കെ ആധുനിക ലോകത്തുനിന്ന് ജീവിക്കുന്നവരാണ്, അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇദ്ദേഹം വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക നിക്കാഹിനെ കുറിച്ചാണ്. ഇസ്ലാമിക നിക്കാഹ് അനുസരിച്ചിട്ട് ഒരു സ്വർണ്ണാഭരണം മഹറിന് പകരം ഒരു പെൺകുട്ടിയെ ഭർത്താവ് സ്വീകരിച്ചു തൃപ്തിപ്പെട്ടാൽ, ഇതെന്തുദ്ദേശത്തിലാണോ ഇദ്ദേഹം മഹർ കൊടുത്ത് സ്വന്തമാക്കിയിട്ടുള്ളത്, ആ ഉദ്ദേശത്തിന് തടസ്സമേതുമില്ലാതെ ബുദ്ധിമുട്ടേതുമില്ലാതെ സൗകര്യപ്പെടുത്തുകയും സൗകര്യപ്പെടുത്തി കൊടുക്കുകയും അതിനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടാവുകയും ശാരീരിക മാനസിക ആരോഗ്യസ്ഥിതി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് സംരക്ഷണം ബാധ്യതയാവുള്ളൂ. ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ നിയമം. ഏതൊരു കാലത്ത് ഒരു മാറാരോഗത്തിലേക്ക് ഒരു സ്ത്രീ അടിമപ്പെടുന്നു, അല്ലെങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഒരു സ്ത്രീ എത്തപ്പെട്ടാൽ, അക്കാരണം കൊണ്ട് സ്ത്രീക്ക് ചെലവിന് കൊടുക്കാതിരിക്കാൻ ഇസ്ലാമിലെ നിക്കാഹ് അനുസരിച്ച് ഭർത്താവിന് കഴിയും. എന്നെ ഈ അടുത്ത കാലത്ത് മലപ്പുറം കോഴിക്കോട് മലബാർ സൈഡിൽ നിന്നൊരു സ്ത്രീ വിളിച്ചു. അവർ മുസ്ലിമാണ്. അവർ ഭർത്താവിൻ്റെ കൂടെ ഒരുപാട് കാലം ജീവിച്ചു. ഇടയ്ക്ക് വെച്ചവർക്ക് അസുഖങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങി. അവരുടെ നട്ടലിൻ്റെ പ്രശ്നമായി, കിഡ്നി പ്രശ്നം വന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവിൻ്റെ സുഖാസ്വാദനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാതെയാവുന്ന ഘട്ടം മുതൽ ഭർത്താവ് ഈ സ്ത്രീയെ അവഗണിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയോ, ഭാര്യയുടെ അസുഖം അത് ചികിത്സിച്ച് ഭേദമാക്കൽ ഭർത്താവിൻ്റെ ബാധ്യതയല്ല. ഭർത്താവിൻ്റെ ചെലവ് ഭാര്യയ്ക്ക് കുളിക്കാനും എണ്ണ തേക്കാനും കിട്ടണമെങ്കിൽ അതിന് നിബന്ധനയുണ്ട്. ഒരു ദിവസം ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ മരണാസന്നനായി കിടക്കുന്ന തൻ്റെ പിതാവിനെ കാണാൻ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ
ഭർത്താവിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ സമ്മതമില്ലാതെ ഇറങ്ങിപ്പോയാൽ ആ ദിവസം ഈ സ്ത്രീയെ സംരക്ഷിക്കേണ്ടതോ ചെലവിന് കൊടുക്കേണ്ടതോ ആയിട്ടുള്ള ബാധ്യത ഭർത്താവിനില്ല. ഇസ്ലാമിക നിക്കാഹ് അനുസരിച്ചില്ല. ഒരു ദിവസം ഇസ്ലാമിക നിക്കാഹ് അനുസരിച്ച് വിവാഹം ചെയ്ത വീട്ടിൽ ഒരു ദിവസം ഭർത്താവിൻ്റെ 4 മണിക്കൂർ ഇടവിട്ടുള്ള ആസ്വാദനത്തിന് ഭാര്യ വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ അന്നേ ദിവസം ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത ഭർത്താവിനില്ല. ഇത് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രമാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഉസ്താദ് ഈ പറഞ്ഞ പോലത്തെ ഒരു ബലൂണൊന്നുമല്ല, ഒരു വലിയ കളർ ബലൂണ് അല്ല. ഒരു പ്രത്യേക താല്പര്യത്തിന്, ഒരു പ്രത്യേക കാര്യത്തിന് തൻ്റേതാക്കുന്നത് പോലെ, നമ്മുടെ നാട്ടിലൊക്കെ ചില വാഹനങ്ങളൊക്കെ ലീസിനെടുക്കുന്നത് പോലെയുള്ള ഒരു കരാറാണ് ഇസ്ലാമിലെ. ഇവിടെ കച്ചവടം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വിനിമയം ചെയ്യപ്പെടുന്ന വസ്തു എന്ന് പറയുന്നത് സ്ത്രീയുടെ ശരീരമാണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ സ്ത്രീയുടെ ലൈംഗികാവയവമാണ്. ഇത് ലീസിനെടുക്കുന്ന പ്രക്രിയക്കാണ് ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറയാം. അല്ലാന്ന് ഉസ്താദിന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വരൂ, നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം പരസ്യമായിട്ട്. എന്തിനാണ് നിങ്ങൾ ഈ കുട്ടികളെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നതും ബേജാറാക്കുന്നതും? ഉസ്താദ് പറയട്ടെ, ബാക്കി പറയട്ടെ. നിങ്ങളുടെ മകളെ ഞാൻ ഇണയായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി എൻ്റെ കൂടെ ജീവിക്കുന്ന കാലം അത്രയും നിങ്ങളുടെ മകളുടെ സുരക്ഷ ഇതാ ഞാൻ ഉറപ്പുവരുത്തിയിരിക്കുന്നു, അവൾ സുരക്ഷിതയാണെന്നാണ്. ഇതാണ് നിക്കാഹ്. ഇതൊരു കരാറാണ്. ഈ കരാർ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്, കരാർ ഏറ്റെടുക്കുന്നുണ്ട്, അതിന് ആളുകൾ സാക്ഷിയാണ്. അങ്ങനെയുമില്ല. ഇത് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇനി സുരക്ഷയും സംരക്ഷണവും ഏർപ്പെടുത്തുമ്പോൾ ചില തഫ്സീർ അനുസരിച്ച് കട്ടിലിൽ കെട്ടിയിടാനുള്ള കയറ്, അടിക്കാനുള്ള ചെറിയ തുവാല കേട്ടോ, അനുസരണക്കേട് കാണിക്കും എന്ന് ഭയപ്പെട്ടാൽ അടിക്കാനുള്ള ചെറിയ തുവാല, പിന്നെ കുറച്ച് 3-4 കറുത്ത ബുർഖ, ഇത്രയുമാണ് സ്ത്രീക്ക് സംരക്ഷണം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുരുഷൻ കയ്യിൽ കരുതേണ്ട വസ്തുവകകൾ. ഈ രീതിയിൽ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്നാണ്. ഏത് സമയത്ത് ഈ സംരക്ഷണയിൽ ഇരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും ബാധകമാണ്. അതിലേതെങ്കിലും കണ്ടീഷന് വിധേയമായിട്ട് സ്ത്രീയെ സംരക്ഷിക്കുന്നതും സ്ത്രീക്ക് ചെലവിന് കൊടുക്കുന്നതും നിരവധിയായ നിബന്ധനകൾക്ക് വിധേയമായി മാത്രം പുരുഷനിൽ ബാധ്യതയാവുന്നതാണ്. അല്ലാതെ ഉസ്താദ് പറയുന്നത് പോലത്തെ ഒരു കരാറ് ഇല്ല. ഇനി വിവാഹം എന്ന് പറയുന്നത് ആര് തമ്മിലുള്ള കരാറാണ്? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കരാറാണോ? ഒരുമിച്ച് ജീവിക്കുന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ ഇസ്ലാമിക വിവാഹ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിക നിക്കാഹ് അനുസരിച്ച് യാതൊരു കരാറിലും ഏർപ്പെടുന്നില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, ഇസ്ലാമിക നിക്കാഹ് അനുസരിച്ചിട്ട് ഇന്ന് വരെ ഇപ്പോൾ അതിനൂതനമായിട്ട് വന്നിട്ടുള്ള ചില CH മുസ്തഫ മൗലവിയൊക്കെ നടത്തുന്ന ചില കല്യാണങ്ങളിൽ അല്ലാതെ ഇവിടെ പരമ്പരാഗതമായിട്ട് നടന്ന ഏത് മുസ്ലിം കല്യാണങ്ങളിൽ, ഏത് നിക്കാഹുകളിലാണ് നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ വീട്ടിൽ എത്ര ഭാര്യമാർ അവരുടെ വിവാഹ രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ടുണ്ട്? പോട്ടെ, നിങ്ങളുടെ വീടുകളിൽ എത്ര സ്ത്രീകൾ വിവാഹത്തിന് സാക്ഷിയായിട്ട് ഒപ്പിട്ടിട്ടുണ്ട്? സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു കരാറുമില്ല. എവിടെ കരാറെന്ന? എന്ത് കരാറ്? ഇത് ബനു ഖുറൈളയുടെ മുൻപ് ആ പ്രശ്നം ചർച്ച ചെയ്യുന്ന സമയത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്ന നബി അവിടുത്തെ ജൂതഗോത്രങ്ങളുമായിട്ട് കരാറുണ്ടാക്കിയിരുന്നു, കരാർ ലംഘനം നടത്തിയെന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, ഏത് കരാറ്? അതിനൊരു കരാറില്ല. പിന്നെ കരാറ് എന്ന് പറഞ്ഞാൽ കരാറാവോ? കരാർ എന്ന് പറഞ്ഞാൽ അതിനൊരു കൃത്യമായ വ്യവസ്ഥ വേണം. അപ്പം നിക്കാഹ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ലിവിങ് ടുഗദറിലേക്കൊക്കെ പോകാൻ. അതുകൊണ്ടാണ്. എന്നാൽ ലിവിങ് ടുഗദറിൽ ഈ പറയുന്ന കരാറില്ല. അതുകൊണ്ട് തന്നെ ഇല്ലാത്തൊരു കരാർ പ്രഖ്യാപിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരാൾ ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് ഒരു ടീം സാക്ഷികളാകുന്നില്ല. അതായത് ഇസ്ലാമിൽ കരാറുണ്ട്, ലിവിങ് ടുഗദറിൽ കരാറില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ, സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവുള്ള, കെൽപ്പുള്ള, സ്വതന്ത്രരായ 2 വ്യക്തികൾ തമ്മിൽ അവർ തമ്മിലുള്ള ധാരണയുടെയും കരാറിൻ്റെയും അടിസ്ഥാനത്തിൽ ആ കരാർ ഏത് രൂപത്തിലുള്ളതാണ്, എങ്ങനെയാണ്, അതിൻ്റെ സാങ്കത്യം എന്താണ്, അതിൻ്റെ വാലിഡിറ്റി എന്താണ് എന്ന കാര്യത്തിലൊക്കെ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടേതുപോലെയുള്ള ഒരു സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടാനും പറ്റിക്കപ്പെടാനും ഒക്കെ സാഹചര്യമുള്ള ഒരു സമൂഹത്തിൽ, സ്ത്രീവിരുദ്ധത പേറുന്ന ഒരു വലിയ സമൂഹമുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ നടത്തുന്ന പരാമർശങ്ങൾ നമുക്കറിയാലോ. അപ്പോൾ ആ അർത്ഥത്തിൽ സ്ത്രീവിരുദ്ധതയും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യതയും ഉള്ള ഒരു സമൂഹത്തിൽ ഇത്തരം ലിവിങ് ടുഗദറിലേക്കൊക്കെ പോകുമ്പോൾ പെൺകുട്ടികൾ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം. അവർ കുറച്ചുകൂടി കരാറുകളിലൊക്കെ ഒരു കൃത്യതയും വ്യക്തതയും വരുത്തണം എന്നതിനപ്പുറത്തേക്ക് വാസ്തവത്തിൽ സ്ത്രീയും പുരുഷനും, ജീവിതത്തിലേക്ക് കടക്കുന്ന സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കരാറുള്ളത്, അവർ തമ്മിലുള്ള പരസ്പര ധാരണയും ബോധ്യവും ഉള്ളത് ഇസ്ലാമികേതരമായ വിവാഹങ്ങളിലാണ്. അത് ലിവിങ് ടുഗദർ ആവാം, ക്രിസ്ത്യൻ വിവാഹങ്ങളാവാം, മറ്റേതും ആവാം, നമ്മുടെ രജിസ്റ്റർ വിവാഹങ്ങളാവാം. ഇവിടെയൊക്കെ സ്ത്രീയുടെ കൃത്യമായിട്ടുള്ള
സമ്മതവും അറിവും ബോധ്യവും ധാരണയും നിബന്ധനകളും കരാറുകളും ഒക്കെ സ്ഥാപിക്കാനുള്ള ചെറുതെങ്കിലും സാഹചര്യമുണ്ട്. ഇസ്ലാമിക വിവാഹങ്ങളിൽ ഇതൊന്നുമില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇത്ര സ്ലോ ആയി വിശദമായിട്ട് തന്നെ പറയണമെന്ന് വെച്ചാൽ, ഇനി ഇതിലൊരു വ്യക്തതക്കുറവ് മുസ്ലിം പെൺകുട്ടികൾക്ക് ആർക്കും ഉണ്ടാവേണ്ടതില്ല. ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും കാര്യം വസ്തുതാവിരുദ്ധമാണെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഇവരെ അത് പ്രൂവ് ചെയ്യാൻ. തെളിവുകൾ ഞാൻ തരാം. ജീവിക്കുന്ന ഇരകളുണ്ട്. ഇസ്ലാമിക ഈ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാതെ, ചെലവിന് കൊടുക്കാതിരിക്കാൻ ശാരീരികാവസ്ഥയും രോഗവും ന്യായം പറയുന്ന ഭർത്താക്കന്മാർ ഇന്ന് കേരളത്തിലുണ്ട്. കേസ് നടക്കുന്നുണ്ട്. ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ആളുകളെ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ എന്താണ്, ഇദ്ദേഹം രണ്ട് കളവുകൾ പറയുന്നു. ഒന്ന്, ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കരാറുമില്ല. ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരാറാണ്. ഇത് രണ്ടും കളവാണ്. നിക്കാഹിലൂടെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരും ലിവിംഗ് ടുഗദറിലൂടെ ജീവിക്കുന്ന ആളുകളും, ഇവർക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങളുണ്ടായി സങ്കല്പിക്കുക. ഇതിൽ ഏത് കുഞ്ഞിനായിരിക്കും ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്നത്, ഏറ്റവും കൂടുതൽ നല്ല പാരന്റിങ് ലഭിക്കുന്നത്? ഒരു സംശയം വേണ്ട, നിക്കാഹിലൂടെ ജീവിതം നയിക്കുന്ന ഇണകളിലൂടെ ലഭിക്കുന്ന കുഞ്ഞിനാണ് ഏറ്റവും കൂടുതൽ നല്ല പാരന്റിങ് ലഭിക്കുവാനുള്ള അവസരമുള്ളത്. എന്താ കാരണം? അതിന്റെ കാരണത്തിലേക്ക് പോകുന്നതിന് മുൻപ്, അതായത് നിക്കാഹിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഭയങ്കരമായിട്ടുള്ള പാരന്റിങ് കിട്ടുക. ലിവിങ് ടുഗദറിൽ ഇതൊന്നുമില്ല. ഇതാണ് ഇപ്പോൾ ഇവരുടെ വാദം. ഇദ്ദേഹത്തോട് പറയാനുള്ളത് ഈ ബൈനറി മാറ്റിവെക്കുക. പല തരത്തിലുള്ള വിവാഹ ബന്ധങ്ങളിലേക്ക് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുന്നു എന്നുള്ളൂ. അതിപ്പോൾ നിക്കാഹ് കഴിഞ്ഞാലും ലിവിങ് ടുഗദറാണ്, താലി കെട്ടിയാലും ലിവിങ് ടുഗദറാണ്, അല്ലെങ്കിൽ മനസ്സമ്മതം കഴിഞ്ഞിട്ടായാലും ലിവിങ് ടുഗദറാണ്. പരസ്പരം രണ്ട് പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീയും പുരുഷനും നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ച് അവർ ഒരു പൊതു ധാരണയിലെത്തി മുന്നോട്ട് പോകുന്നതും ലിവിങ് ടുഗദറാണ്. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ലിവിങ് ടുഗദറാണ്. ഒരുമിച്ച് ജീവിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. അപ്പം മതപരമായതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാഹത്തിൻ്റെതായ പരമ്പരാഗത രീതികൾ കൈവരിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നു എന്നതിനെയാണ് ഇവർ ലിവിങ് ടുഗദർ എന്ന് പറയുന്നതെങ്കിൽ, എന്തോരം ലിവിങ് ടുഗദർ നമ്മുടെ ചുറ്റിലുണ്ട്. എന്തോരം മതവിശ്വാസികളിൽ ലിവിങ് ടുഗദർ ഇല്ലേ? ഇല്ലേ? അറിയണവർ പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന ലിവിങ് ടുഗദർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലേക്ക് പോവാം. ഇനി ഇദ്ദേഹം പറയുന്നത്, നേരത്തെ നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നത് കുട്ടികളുടെ കാര്യവും മുതിർന്നവരുടെ കാര്യവും വന്നാൽ ഏതിനാണ് മുൻഗണന കൊടുക്കുക, അത് കുട്ടികളുടെ കാര്യത്തിനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വിനാശകാലയെ വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ നിക്കാഹിൻ്റെ കാര്യം എടുത്തത്. പോട്ടെ, നമുക്കത് ഇദ്ദേഹം വിശദമായിട്ട് പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഏതിലാണ് കുട്ടികൾ കൂടുതൽ സുരക്ഷിതരായിരിക്കുക, ഏതിലാണ് കുട്ടികൾക്ക് പൂർണ്ണമായ പാരന്റിങ് ലഭിക്കുക? ഇതിന് ഒരു ഉത്തരമാണുള്ളത്. ആ ഉത്തരം പറയുന്നതിന് ഒരു കാര്യം കൂടി പറയണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വിവാഹ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യം, കുടുംബം എന്നൊക്കെ പറയുമ്പോൾ നിക്കാഹ് അല്ലാത്തതൊക്കെ ലിവിങ് ടുഗദർ എന്ന ഗണത്തിലാണോ അദ്ദേഹം പെടുത്തുന്നത്? അതല്ല, ലിവിങ് ടുഗദർ എന്ന് അദ്ദേഹം പറയുന്നത് ഒഴികെയുള്ളതൊക്കെ നിക്കാഹ് എന്ന ഗണത്തിലാണോ പെടുന്നത്? ഈ ബൈനറിക്കപ്പുറത്തേക്ക് പല സംവിധാനങ്ങൾ നിലവിലുണ്ട്. ഇവിടെ നമ്മൾ ആ രണ്ടെണ്ണത്തിൽ നിന്ന് ഈ ലിവിങ് ടുഗദറും നിക്കാഹും മാത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ് മെച്ചം, ഏതാണ് ഭേദം, ഇതാണ് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ നിക്കാഹിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പാരന്റിങ് ലഭിക്കും എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ്. മുസ്ലിം ദമ്പതികൾക്ക് നിക്കാഹ് കഴിഞ്ഞതിൻ്റെ ശേഷം ജനിച്ചു എന്നതുകൊണ്ട് മാത്രം പാരന്റിങ് നല്ലതായിക്കൊള്ളണമെന്നില്ല. എപ്പോഴാണ് ഒരു കുട്ടിക്ക് നല്ല പാരന്റിങ് നടക്കുക? നല്ല പാരന്റിങ് കിട്ടണമെങ്കിൽ കുട്ടിയെ ജനിപ്പിക്കുന്ന തന്തയ്ക്കും തള്ളക്കും സാമാന്യ ബോധവും ബുദ്ധിയും വകതിരിവും കുട്ടികളെ വളർത്താനുള്ള ശേഷിയും കഴിവും ഉണ്ടാവണം. അപ്പം നല്ല പാരന്റിങ് ഉണ്ടാവും. അത് വിവാഹം കഴിഞ്ഞാലും താലി കെട്ടിയാലും മനസ്സമ്മതത്തിലൂടെ ഉണ്ടായാലും ഇതൊന്നുമില്ലെങ്കിലും ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുകയും അവർക്കതിലൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്താൽ ആ കുഞ്ഞിൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തോടെയുള്ള പരിപാലനം സാധ്യമാകുന്നത് ഈ സ്ത്രീയും പുരുഷനും സാമാന്യമായിട്ട് അച്ഛനും അമ്മയുമായിട്ട് കുട്ടിയെ സംരക്ഷിക്കാനുള്ള അറിവും പ്രാപ്തിയും ശേഷിയും ഉണ്ടായിരിക്കുമ്പോഴാണ്. അല്ലാതെ വാപ്പാക്ക് സുന്നത്ത് കഴിച്ചോ നോക്കിയിട്ടല്ല. ഉസ്താദ് ഏത് കോളേജാ? ഞാൻ പറഞ്ഞ കാര്യത്തോട് അഭിപ്രായ വ്യത്യാസമുള്ളവർ കമൻറ്റിൽ എഴുതുക, അല്ല യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കുന്നു എന്ന് എഴുതുക. പാരന്റിങ്, ഒരു കുട്ടിക്ക് നല്ല മികച്ച പാരന്റിങ് ലഭിക്കുന്നത് പിതാവിൻ്റെയും മാതാവിൻ്റെയും മതമോ പിതാവിൻ്റെയും മാതാവിൻ്റെയും വിവാഹം രീതിയോ പരിഗണിച്ചിട്ടല്ല. അതാണ് എൻ്റെ നിലപാട്. വ്യത്യസ്ത അഭിപ്രായമുള്ളവർക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. അനുകൂലിക്കുന്നവർക്ക് ഞാൻ ആ പറഞ്ഞതിനോട് യോജിക്കുന്നെങ്കിൽ യോജിക്കുന്നു എന്ന് കമൻറ്റിൽ എഴുതാം. അങ്ങനെ എഴുതൂ. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, കമൻറ്റുകളൊന്ന് കുറച്ചുകൂടി ആക്റ്റീവ് ആവട്ടെ എന്നാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. ഇനി ഇദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ. നിക്കാഹ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റൂല. അത് ചോദിക്കാനും ചോദ്യം ചെയ്യാനും അന്വേഷിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാകും. ഒരു കരാറാണ്. ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ ആർക്കും എപ്പോഴും ഒഴിഞ്ഞു പോകാം. 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഇനി അതിന് മുൻപോ എപ്പോഴും ഒഴിഞ്ഞു പോകാം. അവിടെ ബാധ്യതയില്ല.
അപ്പം എന്തൊക്കെയാണ്? ഇട്ടെറിഞ്ഞു പോകുക, ബാധ്യത, കരാറ്. ഇത് 3 സാധനം ഇതിനകത്ത് വരുന്നു. എന്തിനാണ് ഉസ്താദെ ആകാശത്തൂടെ പോണം പണി ഇസ്ലാമിൻ്റെ നെറുകന്തലേക്ക് തോട്ടി വെച്ച് വലിച്ചിടുന്നത്? ഏത് സമയത്തും ഇട്ടെറിഞ്ഞു പോകാവുന്ന ഒരു ബന്ധം, ഏകപക്ഷീയമായിട്ട് ഇട്ടെറിഞ്ഞു പോകാവുന്ന ഒരു ബന്ധം ഇസ്ലാമിലാണുള്ളത്. അത് ത്വലാഖാണ്. ഭർത്താവിന് തോന്നിയാൽ ഭാര്യയെ ത്വലാഖ് ചൊല്ലാം, അനുവാദം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, അതേ സമയത്ത് ഒരു ജീവിതകാലത്തേക്ക് ആകെ ഒരുമിച്ചോ പലപ്പോഴായോ ആകെ കല്യാണം കഴിക്കാവുന്ന സ്ത്രീകളുടെ എണ്ണം 4 എന്നൊരു നിയമം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഒരാൾക്ക് തിങ്കളാഴ്ച ഒരു കല്യാണം കഴിച്ച്, ചൊവ്വാഴ്ച ഒരു കല്യാണം കഴിച്ച്, ബുധനാഴ്ച ഒരു കല്യാണം കഴിച്ചു, വ്യാഴാഴ്ച ഒരു കല്യാണം കഴിച്ചു, വെള്ളിയാഴ്ച തിങ്കളാഴ്ച കല്യാണം കഴിച്ച ഭാര്യനെ ഒഴിവാക്കി വേറൊരു കല്യാണം കഴിച്ചു, ശനിയാഴ്ച ചൊവ്വാഴ്ച കല്യാണം കഴിച്ച ഭാര്യനെ ഒഴിവാക്കി വേറൊരു കല്യാണം കഴിക്കാം. ഇങ്ങനെ ആഴ്ചയിൽ ഒരു സെറ്റ് വീതം വിവാഹം കഴിക്കുന്നതിൽ ഇസ്ലാമിൽ എന്ത് തടസ്സമാണുള്ളത് എന്ന് ഉസ്താദ് പറഞ്ഞു തരണം. ഏത് പണ്ഡിതനാണ്, ഏത് മതനേതാവിനാണ്, ഏത് ഖലീഫക്കാണ് അതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുക എന്ന് ഉസ്താദ് പറഞ്ഞു തരണം. ഇവിടെ എൻ്റെ കയ്യിൽ ഇമാം റാസിയുടെ തോന്നുന്നുണ്ട് ഇഹിയ ഉലൂമുദ്ദീൻ എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. ഇഹിയ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മുഹമ്മദ് നബീൻ്റെ ഒരു പേരക്കുട്ടി, അലിയുടെ മകൻ്റെ ഒരു ഹോബിയായിരുന്നു കല്യാണം കഴിക്കുക. അപ്പം മുഹമ്മദ് നബീൻ്റെ മുത്തുനബീൻ്റെ പേരക്കുട്ടിയല്ലേ, പെൺകുട്ടികളുള്ള വാപ്പാരൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കാൻ മത്സരിച്ചു. ഇവൻ ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് നടക്കുക, കല്യാണം കഴിക്കുക, കാര്യം തീർക്കുക, കല്യാണം കഴിക്കുക. ഇതന്നെ ഒരു കലാപരിപാടിയായി. അവസാനം അലി സ്വന്തം ആളുകളോട്, അണികളോട്, അവിടുത്തെ മുസ്ലിങ്ങളോട് പറഞ്ഞു, എൻ്റെ മകൻ ഇങ്ങനെ തോന്നിയതുപോലെ വിവാഹമോചനം നടത്തുകയാണ്, അതുകൊണ്ട് നിങ്ങളാരും നിങ്ങളെ പെൺകുട്ടികളെ അവന് വിവാഹം ചെയ്തു കൊടുക്കരുത് എന്ന് പരസ്യമായിട്ട് പറയുന്ന അവസ്ഥയുണ്ടായി. പക്ഷെ വിശ്വാസികൾ പറഞ്ഞു ഞങ്ങൾ ഇനിയും കെട്ടിച്ചു കൊടുക്കും എന്ന്. കാരണം എന്താ? മുത്തുനബിൻ്റെ പേരക്കുട്ടിയാണ്. അതുകൊണ്ട് തോന്നിയതുപോലെ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ലിവിങ് ടുഗദറിലല്ല. ഒന്നാമത്തെ കാര്യം. അതായത് നിക്കാഹിൽ ഏകപക്ഷീയമായി ഇട്ടെറിഞ്ഞു പോകാം. പുരുഷന് വേണ്ട തോന്നിയാൽ ഉപേക്ഷിക്കാൻ പോകാം. അവിടെ സ്ത്രീക്ക് അതിൽ പ്രത്യേകിച്ച് യാതൊരു അവകാശങ്ങളുമില്ല. ആകെയുള്ള അവകാശം എന്താണെന്നറിയോ? മറ്റൊരു പുരുഷൻ ഈ സ്ത്രീയുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷൻ്റെ സ്വത്തിനും സുരക്ഷിതത്വം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കാര്യം മാത്രം. അതെന്താ? സ്ത്രീ ഇരിക്കണം. ഇരുന്നതിന് ശേഷം വേറെ ആൾക്ക് കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ യുദ്ധ കാലയളവിൽ ഈ സ്ത്രീക്ക് ചെലവിന് കൊടുക്കണം. ഇത്രേ ബാധ്യതയുള്ളൂ. എന്ത് ബാധ്യത? ഉസ്താദ് പറഞ്ഞുതരൂ. ഇനി ലിവിങ് ടുഗദറിലാണെങ്കിലോ, ഇതിൽ രണ്ടിൽ ഒരാൾക്ക് തോന്നുകയാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന്. രണ്ടുപേർക്കും ഈക്വൽ റൈറ്റാണ്. ഭാര്യയ്ക്കും അല്ലെങ്കിൽ സ്ത്രീക്കും പുരുഷനും ഇതിലാർക്കും ആ വിവാഹബന്ധം അവസാനിക്കുന്നതിനെക്കുറിച്ച് ചർച്ച തുടങ്ങി വെക്കാനോ ആവശ്യം ഉന്നയിക്കാനോ തീരുമാനം എടുക്കാനോ ഉള്ള സ്വാതന്ത്ര്യം തുല്യമാണ്. ഇസ്ലാമിൽ ത്വലാഖ് എന്ന് പറയുന്നത് പുരുഷന്റെ അവകാശമാണെന്നും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുരുഷൻ തൻ്റെ ആവശ്യത്തിന് തൻ്റെ കയ്യിലിരിക്കുന്ന ധനം കൊടുത്ത് സ്വന്തമാക്കിയതാണ് ഭർത്താവ് എന്ന പദവി എന്നതുകൊണ്ട് തന്നെ ആ വിവാഹബന്ധം അവസാനിപ്പിക്കാനും വേണ്ട എന്ന് വെക്കുവാനുമുള്ള അവകാശം പുരുഷനിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. സ്ത്രീക്ക് സാധ്യമാകുന്നത് സ്ത്രീക്ക് പുരുഷനോട് വേണമെങ്കിൽ വിവാഹമോചനം ആവശ്യപ്പെടാം. അത് കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന കാര്യം ഭർത്താവിൻ്റെ തീരുമാനത്തിലാണ്. കാരണം ഭർത്താവാണ് പണം മുടക്കി അധികാരം സ്വന്തമാക്കിയിട്ടുള്ളത്. അടുത്തത്, അപ്പോൾ സ്വാഭാവികമായി ലിവിങ് ടുഗദറിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ഒരു നല്ല പാരന്റിങ് നഷ്ടമാകുന്നു. പാരന്റിങ് നടത്താൻ ആരൊക്കെ വേണം? മാതാവും വേണം, പിതാവും വേണം. മാതാവും പിതാവും ഒന്നിച്ചുണ്ടെങ്കിലേ ഒരു ഗുഡ് പാരന്റിങ് കുട്ടികൾക്ക് ലഭിക്കുള്ളൂ. കുട്ടികളെ എല്ലാ അർത്ഥത്തിലും രക്ഷിച്ചെടുക്കുന്ന പ്രക്രിയക്കാണ് പാരന്റിങ് എന്ന് പറയുക. ഇപ്പൊ പാരന്റിങ് എന്ന ഒരു ഏകദേശ ധാരണ കിട്ടിയല്ലോ. അപ്പൊ ഇനി പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഒരു മികച്ച പാരന്റിങ്ങിന് എന്തൊക്കെ വേണം? പാപ്പയും വേണം, ഉമ്മയും വേണം. നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു ചെറിയ കാര്യം കൂടി പറയാം. ഈ ഇസ്ലാമിക വിവാഹം അനുസരിച്ചിട്ടാണ് നല്ല പാരന്റിങ് നടക്കുക, കുട്ടികൾക്ക് സംരക്ഷണം ലഭിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മുസ്ലിം വീടുകളിൽ ഇപ്പോൾ ഒരു പുരുഷൻ, ഒരു വാപ്പാക്ക് 4 ഭാര്യമാരിലായിട്ട് ഒരു 5 വീതം കുട്ടികളാണെങ്കിൽ 20. ഓക്കെ, ഈ 4 ഭാര്യമാരിലായിട്ട് 20 കുട്ടികൾ ഉണ്ടാവാൻ ഏകദേശം ഒരു 15 വർഷം സമയമെടുത്തു എന്ന് വെറുതെ അനുമാനിക്കാം. ഈ 15 വർഷത്തിനിടയിൽ ഒരു 15 വർഷം സമയം എടുത്താൽ, അല്ലെങ്കിൽ 10 വർഷം എടുത്താൽ, ഈ 15 വർഷം കഴിയുമ്പോൾ ഇതേ പിതാവിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വേറെ ഒരു 4 ഭാര്യമാരെ വിവാഹം കഴിക്കുകയും അതിൽ വേറെ ഒരു 20 കുട്ടികൾ ആവാം. അപ്പോൾ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ സംരക്ഷണത്തിൻ്റെ ഒരു 5 കളിയൻ. പിന്നെ വീട്ടിൽ 4 ഭാര്യമാർ,
നാലിടത്തായിട്ട് 4 ഭാര്യമാരും വീടും. അപ്പം എന്താ വെച്ചാൽ സംരക്ഷണത്തിന്, ഫുൾ ടൈം സംരക്ഷണത്തിന് ഓരോ വീടുകളിലും ഓരോ ഉമ്മമാരുണ്ട്. ഉമ്മ വാപ്പാൻ്റെ സമ്മതമല്ലാതെ പുറത്തിറങ്ങി പോവില്ല, അവിടെ ഇരുന്നോളും കുട്ടികളെ നോക്കിയിട്ട്. കാരണം അത് അവരുടെ ബാധ്യതയാണ് മതപരമായിട്ട്. ഈ പറയപ്പെടുന്ന കുട്ടികളിൽ തിങ്കളാഴ്ച ഒരിടത്ത്, ചൊവ്വാഴ്ച ഒരിടത്ത്, ബുധനാഴ്ച, വ്യാഴാഴ്ച, ഇങ്ങനെ ആണ്. അപ്പോൾ ഒരു കുട്ടിക്ക് ആഴ്ചയിൽ ഒരു ദിവസമേ വാപ്പ ഉണ്ടാവുള്ളൂ. കാരണം വാപ്പാക്ക് എല്ലാ വീടുകളിലും കുട്ടികളുണ്ട്. എന്നെ കൊണ്ട് ഇനി കൂടുതൽ പറയിപ്പിക്കരുത്. ഇതിന് പുറമെ ഈ 4 എന്ന നിബന്ധനയില്ലാതെ ഇപ്പോൾ ഒരു വീട്, വലിയ വീടാണ്, അതിൻ്റെ മധ്യഭാഗത്തായിട്ട് 4 ഭാഗത്തേക്ക് മുഖമായിട്ട് 4 വീടുകളുണ്ട്, അതിൽ ഓരോ ഭാര്യമാരുണ്ട്. അപ്പോൾ വാപ്പാക്ക് അല്ലെങ്കിൽ ഭർത്താവിന് യാത്രാ സൗകര്യം ഒക്കെ സുഗമമാകുന്നതിന് വേണ്ടി ചെയ്താന്ന് വിചാരിച്ചോ. എന്നിട്ട് ഇതൊരു വലിയ തൊടിയാണ്. ആ തൊടിയുടെ മൂലയിൽ അല്ലെങ്കിൽ ആ തൊടിയുടെ അതിറിനോട് ചേർന്ന് ഇങ്ങനെ ചെറിയ കൂടാരങ്ങൾ കെട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഈ കൂടാരങ്ങളിലൊക്കെ ഓരോരോ അടിമ സ്ത്രീകളുണ്ടെന്ന് വിചാരിച്ചോ. മൊത്തം 300 കൂടാരം അതിന് ചുറ്റും കെട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഉസ്താദ് മറുപടി പറയണേ. ഈ കുട്ടികൾക്ക്, ഈ വീടുകളിലുള്ള കുട്ടികളുടെ സംരക്ഷണത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഉറപ്പ്, ആ കരാറിൻ്റെ ഒരു ഉറപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്ര ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഒരു പരിധിക്ക് ഞാൻ നിർത്തുകയാണ്. ലിവിങ് ടുഗദറിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അച്ഛനോ അമ്മയോ ഇട്ടെറിഞ്ഞു പോകുമ്പോൾ ഇയാൾ അടുത്ത സുഖം തേടി മറ്റൊരു സ്ത്രീയെ തേടിപ്പോകുന്നു. ഈ സ്ത്രീ മറ്റൊരു പുരുഷനെ തേടിപ്പോകുമ്പോൾ ഫലത്തിൽ അനാഥമാകുന്നത് ഇതിൽ ജനിച്ചിരിക്കുന്ന കുഞ്ഞാണ്. അപ്പോൾ ലിവിങ് ടുഗദർ സംസ്കാരത്തിൽ ഒരു കുഞ്ഞ് അനാഥമാകുവാൻ, കുഞ്ഞിന് സംരക്ഷണം ലഭിക്കാതിരിക്കുവാനുള്ള സാഹചര്യം കൂടുതലാണ്. നിക്കാഹ് സംസ്കാരത്തിൽ ആ സാധ്യത വളരെ കുറവാണ്. ഇത് ഞാൻ പറഞ്ഞ ധാരാളം ഉത്തരങ്ങൾ മതി. പിന്നെ ഇദ്ദേഹം പറയുന്നത് വേറൊരു ആസ്പെക്റ്റിൽ ശരിയാണ്. എന്താണ്? പിതാവ് സുഖം തേടി മറ്റു ഭാര്യയെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു. അത് ഇസ്ലാമിൽ നടക്കുകയില്ല കേട്ടോ. ഇസ്ലാമിൽ അങ്ങനെ സംഭവമേ ഇല്ല. ലിവിങ് ടുഗദറിലാണെങ്കിൽ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ അവർ വേറെ ബന്ധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇസ്ലാമിൽ പിന്നെ അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് കൂടിയാണ്. ഒരു തവണ പണം കൊടുത്ത് കൈക്കലാക്കി വീട്ടിൽ കൊണ്ടുവന്ന് ഗേറ്റിനകത്തേക്ക് കയറ്റി വിട്ടാൽ സമ്മതമില്ലാതെ ഗേറ്റ് കടന്ന് പുറത്തു പോകില്ലാത്ത തരത്തിലുള്ള സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പുമാണ് ഇസ്ലാമിലെ നിക്കാഹിന്. എന്നാൽ ഇസ്ലാമികേതരമായ വിവാഹങ്ങളിൽ സ്ത്രീക്കും പുരുഷനും വ്യക്തി എന്ന തരത്തിലുള്ള അവകാശങ്ങളുണ്ടാവും, അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അവരുടേതായിട്ടുള്ള മുൻഗണനകളുണ്ടാവും, തീരുമാനങ്ങളുണ്ടാവും, അവരുടെ അവകാശങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇസ്ലാമിലെ നിക്കാഹിനോട് താരതമ്യം ചെയ്യുമ്പോൾ ലിവിങ് ടുഗദറിൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ട്, സംരക്ഷണത്തിൻ്റെ പ്രശ്നം കേട്ടോ. എന്നാൽ ഇസ്ലാമിൽ ഈ പറഞ്ഞ ഉറപ്പിന് പുറത്തേക്ക് വേറൊരു സംരക്ഷണ സാധ്യതയും കൂടി ഉണ്ട്. അതെന്താണെന്നല്ലേ കേട്ടോളി. അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു കുട്ടിക്ക് സാധാരണഗതിയിൽ പാരൻറ്റിങ് വേണ്ടത് ഒരു 18 വയസ്സ് വരെയൊക്കെയാണ് കേട്ടോ. അള്ളാഹ്ക്ക് അതറിയില്ല, അള്ളാഹ്ക്ക് 15 വയസ്സാണ്. ഉസ്താദിന് എവിടുന്ന് 18 കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇസ്ലാമിന് മാക്സിമം 15. ഒരു കുട്ടിക്ക് എത്ര വർഷം വരെ പാരന്റിങ് വേണം? ചുരുങ്ങിയത് 18 വർഷം വേണം. മനുഷ്യന്റെ ബുദ്ധി അത് പൂർണ്ണ വളർച്ച പ്രാപിക്കാൻ ഏകദേശം 18 വർഷം എടുക്കും. മനുഷ്യന്റെ കുഞ്ഞ് അവന്റെ തലച്ചോറിന്റെ പൂർണ്ണ വളർച്ച പ്രാപിക്കാൻ എടുക്കുന്ന സമയം ഒരു 10-18 വർഷമായതുകൊണ്ട് തന്നെ ഈ 10-18 വർഷത്തോളം ഈ മനുഷ്യ കുഞ്ഞിനെ കൃത്യമായി പരിചരിക്കുവാൻ അവന്റെ കൂടെ മാതാവും വേണം, പിതാവും വേണം. ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പോഴാണ് എനിക്കൊരു മുഖം ഓർമ്മ വരില്ല, ഫോട്ടോ കണ്ടിട്ടില്ല. ഞാനിതൊന്നും സാധാരണ ഇതിൽ പറയാറില്ല, നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ എന്താ ചെയ്യുക, പറയിപ്പിക്കാൻ. സാധാരണഗതിയിൽ പക്വത എത്താനും ബുദ്ധിവികാസം ഉണ്ടാവാനും തലച്ചോറിൻ്റെ വളർച്ച പൂർണ്ണമാനും 18 വയസ്സ് വേണമെന്നാണ് ഉസ്താദിൻ്റെ കണക്ക്. അള്ളാഹ്ക്ക് കണക്ക് തിരിഞ്ഞിട്ടില്ല. അള്ളാഹ്ക്ക് 7-2-9 അല്ലെങ്കിൽ 6-2-8 ധാരാളമാണ്. പറയട്ടെ, മുഹമ്മദ് നബി ഇസ്ലാമിലെ ബാല്യങ്ങൾ സുരക്ഷിതരാവുന്നത് ചിലപ്പോൾ 2 സുരക്ഷിതത്വമൊക്കെ കിട്ടും. ഒന്ന് വാപ്പാൻ്റെ ഇമ്മാൻ്റെ സുരക്ഷിതത്വം, എന്നിട്ട് 7 വയസ്സ് 8 വയസ്സിലൊക്കെ ഭർത്താവിൻ്റെ സംരക്ഷണവും കിട്ടും. അങ്ങനെയുള്ള ചില സാധ്യതകൾ കൂടി ഇസ്ലാമിലുണ്ട്. 18 വയസ്സ് വേണ്ട പാരൻറ്റിങ്ങിന്, അതിനിടയിൽ 5 വയസ്സിലും 6 വയസ്സിലും പെൺകുട്ടികളെ രക്ഷിതാക്കൾ 60 വയസ്സും 50 വയസ്സും 55 വയസ്സുള്ള വയോധികർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ യുക്തി എന്താണ് ഇസ്ലാമിൽ? ആ സുരക്ഷിതത്വത്തിൻ്റെ പേരെന്താണ് ഉസ്താദെ? ഞങ്ങൾക്ക് ഒരു വയലിൻ്റെ ഭാഗം കേൾപ്പിക്കാം. കുറച്ച് പഴയ വയലാണ്, കേട്ടോളൂ. എന്നാ 7 വയസ്സുള്ള റസൂലുള്ള നിക്കാഹ് ചെയ്തിട്ട് 2 കൊല്ലം ആയിഷക്ക് ഒരു പിരീഡ് കൊടുത്തത് എന്തിനാ? ഇമാം ബുഖാരിയുടെ ഹദീസ് നോക്കിയാൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 7 വയസ്സുള്ള ആയിഷാനെ നിക്കാഹ് ചെയ്ത് റസൂലുള്ള ഭാര്യ വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോ, റസൂലുള്ള ആയിഷ ബീവിനെ കാണാൻ പോകുമ്പോ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് ഓനെ ഹൂറുള്ളീന്റെ പർദ്ദയല്ല, കാഞ്ചീപുരത്തിന്റെ പട്ടുസാരിയല്ല. റസൂലുള്ള ആയിഷക്ക് കൊണ്ടുപോണ പരിപാടി കളിക്കുന്ന പാവക്കുട്ടിയാ.
ആയിഷ ബീബിനെ കാണാൻ റസൂലുള്ള ചെല്ലുമ്പോ കുട്ടികളുടെ ഇടയിൽ നിന്ന് പാവക്കുട്ടികളെ കൊണ്ട് കളിക്കുകയാണ് ആയിഷ. അപ്പൊ റസൂലുള്ളാഹിക്ക് മനസ്സിലായി ആയിഷക്ക് പക്വത വന്നിട്ടില്ല. അതുകൊണ്ട് 2 കൊല്ലം റബ്ബിന്റെ ഓർഡർ ഉണ്ടായി, നബിയേ അങ്ങയുടെ ഭാര്യാപരത്തിലേക്ക് ആയിഷനെ കൊണ്ടുവരാൻ 2 കൊല്ലം ആയിഷക്ക് സമയം കൊടുത്തു. അള്ളാന്റെ ഒക്കെ ഒരു ഇടപെടൽ ആലോചിക്കണം. പാവക്കുട്ടിനെയും വാങ്ങി പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ ആയിഷ കുട്ടികളെ കൂടെ കളിക്കുകയാണ്. അപ്പം മുഹമ്മദ് നബിക്ക് മനസ്സിലായി, ആയിഷക്ക് ഞാൻ വിചാരിച്ച അത്രയും പക്വതയായിട്ടില്ല എന്ന്. എങ്ങനെയുണ്ട്? അപ്പം തന്നെ അള്ളാന്റെ ആയത്തിറങ്ങി, എന്ത് മുഹമ്മദേ, ആയിഷക്ക് ഇജ്ജ് വിചാരിച്ച പോലെ പക്വതയായിട്ടില്ല, ഇജ്ജ് 2 കൊല്ലം കൂടി ക്ഷമിച്ച ആള്. എന്താ പാരന്റിങ്, എന്താ സംരക്ഷണം, എന്താ സുരക്ഷിതത്വം. ഞാൻ സാധാരണ പറയാത്തതാണ്, എന്നാലും പറയാ. ഈ മൊയന്തല്ല എങ്ങനെയാണ് ആയിഷനെ മുഹമ്മദിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചറിയാം എനിക്ക്? പാവക്കുട്ടിയും വേണ്ടി വാങ്ങിയിട്ട് ഇങ്ങനെ തോളി പിടിച്ച് ലാലാ പാടി ചെന്നപ്പം ആയിഷ വേറെ ചെറിയ കുട്ടികളോട് കളിക്കാം. ആദ്യ രാത്രിയിലേക്ക് വേണ്ടി ആയിഷയെ അറയിലേക്ക് കയറ്റുന്നതും ഇതുപോലെ കുട്ടികളുടെ അടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടാ. മുഹമ്മദ് വീട്ടിലില്ലാത്ത സമയത്ത് പലപ്പോഴും മുഹമ്മദ് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ, മുഹമ്മദിൻ്റെ വിവാഹത്തിന് ശേഷം, വീട് കൂടിയതിന് ശേഷം, മുഹമ്മദിൻ്റെ വീട്ടിൽ ആയിഷ താമസിക്കുന്ന സമയത്ത് പോലും ആയിഷ ചെറിയ കുട്ടികളുടെ കൂടെ കളിക്കാറുണ്ടായിരുന്നു. മുഹമ്മദ് കയറി വരുമ്പോൾ കുട്ടികളെല്ലാവരും കൂടി ഇറങ്ങി ഓടും. നിങ്ങൾ ആലോചിക്കണം, നമ്മളെ ഇവിടുന്ന് ചർച്ച തുടങ്ങി അറിയോ? കുട്ടികളുടെയും വലിയവരുടെയും കാര്യം ഒരുമിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് മുൻതൂക്കം കൊടുക്കും, കുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കും. ഈ ആയിഷാനെ കല്യാണം കഴിക്കാൻ വേണ്ടി മുഹമ്മദിനെ പ്രലോഭിപ്പിച്ചത്, നേരത്തെ മുഹമ്മദ് അവിടെ എത്തിയിട്ട് പിന്നെ 2 വർഷം സമയം കൊടുക്കണം കേട്ടോ മുഹമ്മദേ എന്ന് പറഞ്ഞ അതേ അള്ളയാണ്. പട്ടുതുണിയിൽ പൊതിഞ്ഞ പോലെ ആയിഷയെ റബ്ബ് കിനാവ് കാണിച്ചു എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. 1 വട്ടമല്ല, 2 വട്ടോ 3 വട്ടോ. അവസാനം ഗത്യന്തരല്ലാതെ അബൂബക്കറിനെ നിർബന്ധിക്കേണ്ടി വന്നു മുഹമ്മദിനെ 6 വയസ്സുള്ള ഒരു പെൺകുട്ടിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനേ. യജാതി പാരന്റിങ്, യജാതി സംരക്ഷണം, ഇതല്ലേ ഇസ്ലാമിന്റെ മാതൃക. നോക്കൂ കൂട്ടരെ, അന്ന് മുഹമ്മദ് 6-ാം നൂറ്റാണ്ടിൽ കല്യാണം കഴിച്ചതല്ലേ എന്നല്ലേ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ. ഞാൻ ഈ വിഷയം വിമർശിക്കുന്നതിൻ്റെ കാരണം, ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ പ്രസക്തമായ മതനിയമങ്ങൾ മാത്രം. ഇന്നും ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇദ്ദേഹം പറഞ്ഞ പക്വതയെത്താനും തലച്ചോറിൻ്റെ വളർച്ചയ്ക്കുള്ള 18 വയസ്സെന്നുള്ള നിബന്ധന ഇല്ല. പ്രായപൂർത്തി എത്തുക എന്ന ഇസ്ലാമിൻ്റെ പ്രായപൂർത്തി എത്തുക എന്നുള്ള 15-ന്റെ ഇല്ല. ഇസ്ലാമിൻ്റെ ശാരീരികമായിട്ടുള്ള പ്രായപൂർത്തി എത്തുക എന്ന് പറഞ്ഞാൽ ബയോളജിക്കലായിട്ടുള്ള ഒരു പ്രായപൂർത്തിയിലേക്ക് എത്തുക എന്ന അവസ്ഥയിലേക്കും പെൺകുട്ടികൾ എത്തേണ്ട കാര്യമില്ല. ഇസ്ലാമിൽ അങ്ങനെ നിയമമില്ല. 1 വയസ്സോ 2 വയസ്സോ 3 വയസ്സോ ഉള്ള കുട്ടികളെ പിതാവിന് തോന്നിയാൽ, അനുയോജ്യനെന്ന് പിതാവിനോ വല്യപ്പാക്കോ തോന്നുന്ന ഭർത്താവിന് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ, ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടിയെ പോയി നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അനുവാദം കൊടുത്ത മതമാണ് ഇസ്ലാം. ഇന്നും അനുവാദമുണ്ട്, അന്ന് ചെയ്ത കല്യാണത്തെക്കുറിച്ചല്ല, ഇന്ന്. അതിലേറ്റവും വലിയ ട്രാജഡി എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിലെ വിവാഹത്തിൽ ബാലവിവാഹവും ശൈശവ വിവാഹവും അനുവദനീയമാക്കി നിർത്തുന്നതിന് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചു വച്ചിട്ടുള്ളത് മുഹമ്മദ് നബി ആയിഷയെ കല്യാണം കഴിച്ചതാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഫിഖ്ഹു സുന്നയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി മുൻകൈയെടുത്ത് വേറൊരു പെൺകുട്ടീനെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിപ്പിച്ച ഒരു ഹദീസ് കൂടി ഫിഖ്ഹു സുന്നയിൽ ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. സംരക്ഷണം, ഞാൻ പറഞ്ഞ 2 ലെയർ സംരക്ഷണവും പ്രൊട്ടക്ഷനുമാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇനി ഈ 10-18 വർഷത്തോളം ഈ മനുഷ്യക്കുഞ്ഞിനെ കൃത്യമായി പരിചരിക്കുവാൻ അവന്റെ കൂടെ മാതാവും വേണം, പിതാവും വേണം. ഇത് നിക്കാഹിലൂടെയാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. നിക്കാഹ് ഒഴിവാക്കി നേരത്തെ പറഞ്ഞ ലിവിംഗ് ടുഗദർ സംസ്കാരത്തിലേക്ക് വരുമ്പോൾ ഒരു ലോങ് ടൈം പാരന്റിങ് ലഭിക്കേണ്ട കുട്ടിക്ക് അത് ലഭിക്കാതെ പോകുന്നു. ഇസ്ലാമിലാകുമ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല. പാരന്റിങ് കൃത്യമായിട്ട് കിട്ടും. വാപ്പാന്റെ പാരന്റിങ് ചിലപ്പോൾ 4-ൽ 1 എന്നുള്ള കണക്കിലായിരിക്കും കിട്ടുക, കാൽഭാഗം. പക്ഷെ ഉമ്മ ഫുൾ ടൈം പാരന്റിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഡെഡിക്കേറ്റഡ് ആണ്, വേറെ ഒരു പണിക്കും പോകാൻ പറ്റില്ല വാപ്പാന്റെ സമ്മതമല്ലാതെ. അതുകൊണ്ട് ഉമ്മാൻ്റെ പാരന്റിങ് കുട്ടിക്ക് കിട്ടും. ഏതുവരെ? വാപ്പാക്ക് അങ്ങാടിയിൽ നിന്ന് കണ്ട് പരിചയപ്പെട്ട് ആ കൊള്ളാലോ പുതിയാപ്പിള എന്ന് തോന്നുന്ന പ്രായം വരെ വാപ്പാൻ്റെ ഉമ്മാൻ്റെയും പാരന്റിങ്. അത് കഴിയുമ്പോൾ നേരെ പിടിച്ച് ഒരു അരപ്പവൻ സ്വർണമോ ഒരു വെള്ളി നാണയമോ മഹറിന് പകരമായി പെൺകുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കുന്ന പെൺകുട്ടികൾ, പ്രായപൂർത്തിയെത്താത്ത ചെറിയ പെൺകുട്ടികളുടെ ശരീരം ഉപയോഗിച്ച് സുഖാസ്വാദനം നടത്തേണ്ടതിൻ്റെ പരിധി എഴുതി വെച്ച കിതാബുകൾ ഇന്നും കേരളത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം. പറയുന്നത് കൂടി പോകുമെന്ന് എനിക്കറിയാം, പക്ഷേ വാസ്തവം അതായതുകൊണ്ട് പറയാതിരിക്കാൻ കഴിയില്ല. ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്, ശാരീരികമായി പക്വതയെത്താത്ത പെൺകുട്ടികളെ നിക്കാഹ് ചെയ്തു കഴിഞ്ഞാൽ ഭർത്താവിന് എങ്ങനെയാണ് ആ പെൺകുട്ടിയെ സമീപിക്കാൻ കഴിയുക, ഏതളവ് വരെ സമീപിക്കാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നില്ല. ഇത്രയും നീചമായ, ഇത്രയും പെൺകുട്ടികളോട് പൈശാചികമായിട്ടുള്ള കൃത്യം നടത്താൻ പുരുഷന്മാർക്ക് അനുവാദം കൊടുത്ത വേറെ ഒരു മതവും ഉണ്ടാവില്ല.
ഈ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. എന്നിട്ട് എടുത്തോണ്ട് വന്നിക്കാൻ ലിവിങ് ടുഗദർ നിക്കാഹ്, സ്വറും പുളിയും വേണ്ടേ? കൃത്യമായ പാരന്റിംഗ് ലഭിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്താണ്? കുട്ടികൾ ചെറുപ്പത്തിൽ മദ്യത്തിന്റെ ലഹരിയുടെ മാഫിയ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോകും. അതേപോലെ തന്നെ വലിയ ക്രിമിനൽ സംഘങ്ങൾ അവരെ വലവീശും. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മക്കൾ വളരെ വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള, ക്രിമിനൽ മനോഭാവമുള്ള കുട്ടികളായി മാറും. എന്ത് ലഭിച്ചിട്ടില്ലെങ്കിൽ? ഈ പറഞ്ഞ നല്ല പാരന്റിംഗ് ലഭിച്ചിട്ടില്ലെങ്കിൽ. അതിനും ഇതന്നെ തെളിവ്. ഏത്? ആയിഷ കല്യാണം തന്നെ തെളിവ്. കൊള്ളസങ്കേതത്തിന്റെ ഉടമസ്ഥന്റെ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിലുള്ള കൊള്ളത്തലവന്റെ വലവീശലിൽ പെട്ടുപോകും. കുട്ടികളുടെ ജീവിതം, ബാല്യം തകർന്നു പോകും, നശിച്ചു. അത് തന്നെ. അപ്പൊ നമ്മുടെ മക്കൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള മക്കളായി മാറാതെ അങ്ങനെ സമൂഹത്തിന് ഭീഷണിയായി തീരാതിരിക്കാൻ ഇസ്ലാം എന്ത് നിരോധിച്ചു? ലിവിങ് ടുഗദർ നിരോധിച്ചു. എന്തിന് അനുവദിച്ചു? നിക്കാഹിന് അനുവദിച്ചു. ഇനി ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇസ്ലാമിൽ ലിവിങ് ടുഗദർ ഇല്ല എന്ന് ഞാനും സമ്മതിച്ചു എന്ന്, അല്ലേ? ഇസ്ലാമിൽ ലിവിങ് ടുഗദർ ഉണ്ട്. ലിവിങ് ടുഗദർ അല്ല, ഇസ്ലാമിൽ പച്ചയായ പ്രോസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. മുത്താ കല്യാണം എന്നാണ് അതിനെ പറയാം. അത് പറയുമ്പോൾ ചില ഉസ്താദുമാർ, ചില മൗലവിമാർ, ചില വിശ്വാസികൾ ഹാലിളകി വരും, അത് ഹൈബറിൽ നിരോധിച്ചു എന്ന്. ഹൈബർ വരെ ഉണ്ടായിരുന്നു, സമ്മതിച്ചോ? ഉണ്ടായിരുന്നു. എന്താണ് മുത്താ കല്യാണം? ഒരു ചെറിയ പാരിതോഷികം നിശ്ചയിച്ച് ഒരു പ്രത്യേക കാലയളവിലേക്ക്, 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ സാധുവായ, അല്ലെങ്കിൽ ഇവർ ഉസ്താദ് നേരത്തെ പറഞ്ഞ നിക്കാഹിൽ ഉണ്ടാവുന്ന ആ തരത്തിലുള്ള കരാറോ ബാധ്യതകളോ പരസ്പരമില്ലാത്ത തരത്തിലുള്ള മുത്താ വിവാഹം ഇസ്ലാമിലുണ്ട്. കേരളത്തിലെ സുന്നികൾ ചെയ്യുന്നുണ്ടോ എന്നല്ല ചോദ്യം, കേരളത്തിലെ മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നല്ല പറയുന്നത്. ഇസ്ലാമിലുണ്ട്. മുത്താ വിവാഹം ഇസ്ലാമിൽ അനുവദനീയമാണ്. ഹൈബറിൽ അത് നിരോധിച്ചു എന്ന് പറയുമ്പോൾ പോലും ഹൈബർ വരെ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കും. അതായത് മുഹമ്മദ് നബി ധാർമ്മിക പദ്ധതിയുടെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗോത്രങ്ങളെ ആക്രമിച്ച് അവിടുത്തെ സ്ത്രീകളെ, കുട്ടികളെ അടിമകളാക്കി സ്ത്രീകളെ സ്വന്തം അനുചരന്മാർക്ക് വീതിച്ചു കൊടുത്ത മുഹമ്മദ്, യാത്രകളിൽ വഴിമധ്യേ ഇതുപോലെയുള്ള മുത്താ വിവാഹങ്ങൾക്ക് അനുവാദം കൊടുത്ത മുഹമ്മദ് ഹൈബറിൽ വെച്ച് മുത്താ കല്യാണം നിരോധിച്ചു എന്ന് പറയപ്പെടുന്നു. എന്നെ മനസ്സിലാക്കലിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പോലും ഇപ്പോഴും ഈ പറയുന്ന 1 ആഴ്ചക്കും 2 ആഴ്ചക്കും ഉള്ള മുത്താ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാലഘട്ടം വരെ കേരളത്തിൽ നടന്നിരുന്ന അറബി കല്യാണങ്ങൾ മുത്താ കല്യാണങ്ങളായിരുന്നു. ഇന്നും സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ ഷിയ വിഭാഗത്തിൽ അത് നിരോധിച്ചു എന്ന വാദം തന്നെ അംഗീകരിക്കുന്നില്ല. അത് എല്ലായിടത്തും ഉണ്ട്. ഇന്ത്യയിലെ പല പട്ടണങ്ങളിലും മുത്താ വിവാഹം നടക്കുന്നുണ്ട്. ഇന്തോനേഷ്യയിലെ വിവരങ്ങൾ അറിയാവുന്നവർക്ക് ആ കാര്യങ്ങൾ അറിയാം. കേരളത്തിലെ ഒരു ജില്ലയിൽ മുത്താ കല്യാണം നടക്കുന്ന മഹല്ലുകളുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ഇത് ഒരു പർട്ടിക്കുലർ ദിവസം നിശ്ചയിക്കലാണ്. ഇനി അത് കടത്തി പറഞ്ഞിട്ട് വെറുതെ നിങ്ങൾക്ക് ടെൻഷനും ബേജാറാവണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. ട്രാവൽ മാരേജ് എന്നൊരു മാരേജ് രജിസ്ട്രേഷൻ സൗദി അറേബ്യയിൽ ഇപ്പോഴും നിലവിലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ മനസ്സിലാക്കൽ അങ്ങനെയാണ്. അതായത് ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നു. ഇപ്പോൾ ഒരു സൗദി പൗരൻ ഒരാഴ്ചത്തേക്ക് പാരീസിലേക്ക് പോകണമെന്ന് വിചാരിക്കാം. അപ്പം സൗദി അറേബ്യയിൽ തന്നെയുള്ള മറ്റൊരു സ്ത്രീയുമായിട്ടൊരു ധാരണയിലെത്തുന്നു. നമ്മളിങ്ങനെ 2 ആഴ്ച പാരീസിലേക്ക് പോകുന്നു, വിവാഹത്തിന് താല്പര്യമുണ്ടോ? അപ്പം വിവാഹത്തിന് തുക നിശ്ചയിക്കുന്നു, ദിവസം നിശ്ചയിക്കുന്നു. ഗവൺമെൻറ്റിന് അതിനുവേണ്ടി സംവിധാനമുണ്ട് അത്തരം യാത്രാ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ. നിക്കാഹ് സിയാറ, മൈസർ, അങ്ങനെ എന്തൊരു പേരാണ്, ട്രാവൽ മാരേജ് എന്ന് പറയും. അതിപ്പോഴും നിലവിലുണ്ട്. എന്നിട്ട് ലിവിങ് ടുഗദർ ഇല്ലേ? അല്ല, അതിനെ ലിവിങ് ടുഗദർ എന്ന് പറയാൻ പറ്റില്ല, അതിന് വേറെ പേരാണ് പറയേണ്ടത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് ഈ ഉസ്താദി കിടന്ന് ഉരുളുന്നത്. നിങ്ങൾ ആലോചിക്കണം. ഇത് ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ഖണ്ഡിക്കാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തയ്യാറാവാം, ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ലിവിങ് ടുഗദർ ആണ് ഏറ്റവും മികച്ച ഒരു രീതി എന്നോ ലിവിങ് ടുഗദർ ഏറ്റവും പെർഫെക്റ്റ് ആണ് എന്നുള്ള വാദമൊന്നും എനിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലേർപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം ഒരു ജീവിതത്തിലേക്ക് കടക്കുന്ന സ്ത്രീയുടെയും പുരുഷൻ്റെയും പല തരത്തിലുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് അത് പോസിറ്റീവായിരിക്കോ അത് ബുദ്ധിമുട്ടാവുമോ എന്ന് തീരുമാനിക്കാം. അതിപ്പോൾ ഈ പറഞ്ഞതുപോലെ വിവാഹങ്ങൾ, പരമ്പരാഗത കല്യാണങ്ങൾ 100% ആണോ അതിൻ്റെ സക്സസ് റേറ്റ്? അല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. അതേ സമയത്ത് നിക്കാഹ് വേഴ്സസ് ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞാൽ നിക്കാഹ് ആകെ നാണം കെട്ടുപോകും. അതുകൊണ്ട് അതുമായിട്ടൊന്നും താരതമ്യം ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലിവിങ് ടുഗദറുമായിട്ട് താരതമ്യം ചെയ്യുന്നതിൻ്റെ ഒരു ഗുട്ടൻസ് എന്താ വെച്ചാൽ, എല്ലാ മതവിഭാഗങ്ങളും ആചാരപരമായ
വിവാഹങ്ങളിൽ ഏർപ്പെടുന്ന മതവിശ്വാസികളുടെ പൊതുസമൂഹം ലിവിങ് ടുഗദറിനെ എതിർക്കുന്നു എന്നതുകൊണ്ട് അവിടെ ഒരു ബേസ് കിട്ടും എന്നുള്ള ഒരു ധൈര്യത്തിലാണ് നിക്കാഹ് വേഴ്സസ് ലിവിങ് ടുഗദറായിട്ട് ഉസ്താദ് വരുന്നത്. അപ്പോൾ അതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ പറഞ്ഞത് എന്തിനറിയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 3 ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മരണഭയവും ഖബറും കാണിച്ച് ഭയപ്പെടുത്തിയ ഒരു കൂട്ടം കുട്ടികളെ കോളേജ് ക്യാമ്പസുകളിലേക്ക് പഠിച്ച് മുതിർന്നു പോകുന്ന സമയത്ത് ഇസ്ലാമികമായ ചിന്തയിൽ നിന്ന് മാറിപ്പോകുന്നതിനുള്ള സാധ്യതകൾ ഭയപ്പെടുത്തി തടഞ്ഞു നിർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പറയുന്ന കളവുകളാണ് നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. പറയൂ, ഒരു യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ, നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ കോളേജ് ക്യാമ്പസിൽ വന്ന് നിങ്ങൾ ക്ഷണിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ കൂടെ വരൂ, മതം ഒഴിവാക്കൂ, നിങ്ങൾ പോകൂല്ലേ? എല്ലാവരും പറ. എന്തുകൊണ്ട് പോകൂല? എൻ്റെ ഉമ്മയും ബാപ്പയും മുസ്ലിമാണ്, അതുകൊണ്ട് ഞാൻ വരൂല എന്നാണ് ഉത്തരം. ഞാൻ പോകുന്ന മുസ്ലിം പള്ളിയിലാണ്, ഞാൻ പഠിച്ച മുസ്ലിം മദ്രസയിലാണ്, അതുകൊണ്ട് വരൂലാണോ? ഞാൻ എങ്ങാനും ഇസ്ലാം വിട്ടു വന്നാൽ എൻ്റെ ഉമ്മയും ബാപ്പയും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതാണോ? അല്ല. എന്നാൽ എന്താണ് ഉത്തരം? നിങ്ങൾക്ക് അവിടെ പറയാനുള്ള ഉത്തരം എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ മതം വിട്ടാൽ എൻ്റെ ഉമ്മയും ബാപ്പയും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും, അതുകൊണ്ട് വിടുന്നില്ല എന്നാണോ എന്നാണ്. അല്ല എന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാൻ. നാണമാകുന്നില്ലേ? ഹേ മനുഷ്യ, നാണമാകുന്നില്ലേ നിങ്ങൾക്ക്? മുർത്തദിനെ കൊല്ലണമെന്ന് മദ്രസയിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, മതം വിട്ടാൽ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു പേടിച്ചിട്ടാണോ നിങ്ങൾ ഇസ്ലാമിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് കുട്ടികളെ പറയും. മതം വിട്ടാൽ വീട്ടിൽ നിന്ന് പുറത്താക്കൂലേ? അല്ല, പുറത്താക്കണ്ടേ? എന്താ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്? കുടുംബ ബന്ധം അവസാനിപ്പിക്കണ്ടേ? അനന്തരാവകാശം നിഷേധിക്കണ്ടേ? വിവാഹിതരാണെങ്കിൽ അവരുടെ വിവാഹബന്ധം വേർപെടുത്തണ്ടേ? കുട്ടികളുള്ളവരാണെങ്കിൽ അവരുടെ സംരക്ഷണാധികാരം എടുത്തു കളയണ്ടേ? എന്നിട്ട് അതൊന്നും പേടിച്ചിട്ടല്ലോ ഇതുപോലെ നുണ പറയാൻ, ഇതുപോലെ കളവ് പറഞ്ഞ് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇതുപോലെ കുട്ടികളെ ഭയപ്പെടുത്തി ഇതിനെ അകത്ത് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതിൽ പരം ഇസ്ലാമിൻ്റെ ഗതികേട് വിളിച്ചോതുന്ന വേറെ എന്ത് വാർത്തയാണ് വേണ്ടത്? വേറെന്ത് തെളിവാണ് വേണ്ടത്? ഇസ്ലാം എന്ന് പറയുന്ന ആ വടവൃക്ഷത്തിൻ്റെ അടിവേര് ദ്രവിച്ചു പോയിട്ടുണ്ട് എന്നതിന് ഇതിൽ പരം ഇനി എന്ത് തെളിവാണ് നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കിട്ടേണ്ടത്? വിശ്വാസികളായിട്ട് ഉള്ള ആളുകൾ ആലോചിക്കും. എന്തുകൊണ്ട് നിങ്ങൾ മുസ്ലിമായി? എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ ചൂസ് ചെയ്തു? പറഞ്ഞോളൂ. കുട്ടികളുടെ പാരന്റിങ് ഉറപ്പുവരുത്തി, പിന്നെ സമൂഹത്തിന്റെ നിർഭയമായ സാഹചര്യം ഉറപ്പുവരുത്തി, പിന്നീട് സ്ത്രീകൾക്ക് സുരക്ഷ നൽകി, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് ജീവന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എൻ്റെ മതം എന്നുള്ളത് കൊണ്ട് ഞാൻ ഏതിനെ തിരഞ്ഞെടുത്തു? ഞാൻ ഏതിനെ ചൂസ് ചെയ്തു? ഇസ്ലാമിനെ ചൂസ് ചെയ്തു. ക്ലിയർ ഇരിക്കും. ഈ കുട്ടികളെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടാണ് ഈ കസർത്ത്. എന്ത് എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാമായി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ അപ്പിയും ഈ മുസ്ലിം ആയതുകൊണ്ടാണോ? അപ്പോൾ കുട്ടികളല്ല. നിങ്ങളെ മദ്രസ വിട്ട് പഠിപ്പിച്ചുകൊണ്ടാണോ? അല്ല. ഇസ്ലാം എന്ന് പുറത്തു പോയാൽ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു പേടിച്ചിട്ടാണോ? അല്ല. പിന്നെന്തുകൊണ്ടാണ്? അത് കുട്ടികൾക്ക് അറിയില്ല, ഉസ്താദ് പറഞ്ഞു കൊടുക്കും. ഇതുപോലെയുള്ള പൊറാട്ട് നാടകങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ കുട്ടികളെ എത്ര കാലം പിടിച്ചു നിർത്താൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം എന്നാൽ കൂടുതൽ പഠിക്കണം, ഇത്രയും വലിയൊരു മതമാണ് ഇസ്ലാം, എങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് വിചാരിച്ച് +2 കുട്ടികൾ ഫത്വയിൽ മൊയ്നും ഉംദയും ഒക്കെ വാങ്ങി വായിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും ഉസ്താദെ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്താ കഥ? ഇങ്ങനെ നമ്മൾ നാളെ മുതൽ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കയറി ചെല്ലുന്നത് ഞാൻ എന്തുകൊണ്ട് ഇസ്ലാം തെരഞ്ഞെടുത്തു എന്ന ഒരു തിരിച്ചറിവോടുകൂടെയും ആ ഇസ്ലാം തെരഞ്ഞെടുത്തതിലുള്ള അഭിമാനത്തോടുകൂടെയും ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളും ഇസ്ലാമിന്റെ വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്നതിൽ സന്തോഷമുള്ള ആളുകളായിട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. കഴിയോ? ഓക്കെ. ഉസ്താദിന് സമാധാനമായി. കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ഈ പരിപാടി ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്നായി. എങ്ങനെയാണ് പുതുതലമുറയെ ഇസ്ലാമിൽ പിടിച്ചു നിർത്താൻ വേണ്ടി ഇവർ വിഫല ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ശരിയായ ഒരു ദൃശ്യാവിഷ്കാരമാണ് 5 മണിക്കൂർ നീളുന്ന പരിപാടി. കുട്ടികളുടെ രക്ഷിതാക്കളെയും കുട്ടികളെയും ഒക്കെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് മരണപ്പെട്ട് മണ്ണിലിട്ട് കഴിഞ്ഞാൽ പുഴുവരിക്കുന്നതിൻ്റെയും കണ്ണുകൾ ദ്രവിക്കുന്നതിൻ്റെയും മുടികൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെയും പുഴുക്കൾ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ കാണിച്ച് കുട്ടികളെ ഭീതിപ്പെടുത്തിയിട്ട് ഇസ്ലാമായതിൽ അഭിമാനിക്കണം എന്ന് കളവ് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കാൻ ഇവർ നടത്തുന്ന ശ്രമം, ഇതിനേക്കാളും നാണം കെട്ട ഒരു മതപ്രബോധനം ഇനി ലോകത്ത് വരാനില്ല എന്നാണ് എനിക്ക് പറയുന്നത്. എനിക്ക് തോന്നുന്നത് മുഹമ്മദിൻ്റെ കാലത്ത് മുഹമ്മദ് വാളെടുത്തിട്ട് ഇപ്പം മുസ്ലിം ആയിക്കോ അല്ലെങ്കിൽ തീരുമാനാക്കും എന്ന് പറഞ്ഞ് എഴുതിയിരുന്ന കത്തുകൾക്ക് ഇതിനേക്കാൾ അന്തസ്സുണ്ട് എന്നാണ്. അതുകൊണ്ട് ആ അവസ്ഥയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു.